തരം CPO WCPO റിവിഷന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭരണഘടനയാണ്. അപ്പൊ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ നമ്മളൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? അപ്പൊ എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത്? എന്നായിരുന്നു? 1946 ഡിസംബർ 9. ഓക്കെ, 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് റിവിഷൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9. അതുപോലെ തന്നെ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അതാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ അത് എന്നാണ്? അത് 1949 നവംബർ 26. ഡേറ്റുകളൊന്നും മാറരുതേ. 1949 നവംബർ 26 ഭരണഘടനയെ എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് എന്നാണ്? 1950 ജനുവരി 26. അപ്പൊ ഭരണഘടന നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ അതെന്നാണ്? 1950 ജനുവരി 26. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം ചോദിച്ചാൽ എത്രയായിരുന്നു? 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഓക്കെ, PSCയുടെ ആൻസർ 17 ദിവസമാണ്. അപ്പൊ 2 വർഷവും 11 മാസവും 17 ദിവസമാണ് ഭരണഘടന നിർമ്മിച്ചെടുക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? അപ്പൊ എന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് എന്നാണ്? 1947 ജൂലൈ 22 കേട്ടോ. പഠിച്ചു വെച്ചേക്കണേ. 1947 ജൂലൈ 22 എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഓർത്തു വെച്ചേക്കണേ. നമ്മുടെ ദേശീയ ഗാനം അതുപോലെ തന്നെ ദേശീയ ഗീതം ഇതിനൊക്കെ അംഗീകരിക്കുന്നത് എന്നാണ്? 1950 ജനുവരി 24 ഓർത്തു വെച്ചേക്കാം. നമ്മളെ പതാകയെ അംഗീകരിക്കുന്നത് എന്നാണ്? 1947 അല്ലെ? നമ്മളെ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്താണ്. അപ്പൊ 1947 ജൂലൈ 22 ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ ഉണ്ടല്ലോ, അതിനെ അംഗീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ ശേഷമാണ് 1950 ജനുവരി 24. ഓക്കെ, നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് 2 ദിവസം മുന്നേ 1950 ജനുവരി 24 ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഒക്കെ അംഗീകരിക്കുന്നത്. ഇനി ദേശീയ മുദ്രയെ അംഗീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1950 ജനുവരി 26. നമുക്കറിയാം ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. അന്ന് തന്നെയാണ് നമ്മുടെ ദേശീയ മുദ്രയെയും എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. എന്നാൽ ദേശീയ കലണ്ടറിനെ അംഗീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1957 മാർച്ച് 22. അതാണ് കുറച്ചും കൂടി വൈകി പോയത് അല്ലെ? 1957 മാർച്ച് 22 കേട്ടോ. ഇത് അങ്ങനെ ചോദിക്കാറില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ദേശീയ പതാക അതെന്നാണ്? 1947 ജൂലൈ 22. ദേശീയ ഗാനവും ഗീതവും ഒരുമിച്ചാണ് 1950 ജനുവരി 24. ഇനി ദേശീയ മുദ്രയാണെങ്കിൽ എന്നാണ്? അത് 1950 ജനുവരി 26. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഇനി നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആമുഖവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഈ ഒരു ആമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരുന്നു? നമ്മുടെ നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ള ലക്ഷ്യപ്രമേയം. ഓക്കെ, ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്? ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്: ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചേക്ക 1947 ജനുവരി 22. ഓക്കെ, അതായത് നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ള ലക്ഷ്യപ്രമേയം, നമ്മുടെ രാജ്യം നേടിയെടുക്കേണ്ടതായിട്ടുള്ള കുറെ ലക്ഷ്യങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലേ, ആ ഒരു ലക്ഷ്യപ്രമേയം
പ്രമേയമായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ പറഞ്ഞ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? 1947 ജനുവരി 22 എന്നാണ് വർഷം? 1947 ജനുവരി 22. അങ്ങനെ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഭരണഘടന വരുന്ന സമയത്ത് തന്നെയാണ്. അതായത് ഭരണഘടന രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ആ നിലവിൽ വരുന്ന സമയത്ത് തന്നെ എന്തുണ്ട്? ആമുഖമുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടനയിലെ ആമുഖം നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഡേറ്റ് പറയുന്നത് 1950 ജനുവരി 26 പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ആമുഖവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര തവണ നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ മനസ്സിലാക്കി വെച്ചേക്ക, ഒരേ ഒരു തവണയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്ര തവണയാണ്? ഒറ്റ തവണ മാത്രമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ആ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന നമ്മുടെ 42ാം ഭേദഗതിയിലൂടെയാണ് ആമുഖം എന്ത് ചെയ്യുന്നത്? ഭേദഗതി ചെയ്യുന്നത്. അപ്പൊ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ 42ാം ഭേദഗതി ഏത് വർഷമാണെന്ന് ചോദിക്കും. ഏതാണ് വർഷം? 1976. 1976ലാണ് 42ാം ഭേദഗതി കൊണ്ടുവരുന്നത്. ഇനി ഈ ഒരു ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. ഏതൊക്കെയാണത്? സോഷ്യലിസവും മതേതരത്വവും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യം എന്നതിന് പകരം എന്താക്കി മാറ്റി? രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. മനസ്സിലാക്കി വെക്കണേ. അതായത് ആമുഖം നമ്മൾ പറഞ്ഞു ഒരേ ഒരു തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതിലൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസം, മതേതരത്വം എന്ത് ചെയ്തു? ഈ ഇതിലേക്ക് ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യം എന്നതിന് പകരം എന്താക്കിയിട്ട് മാറ്റി? രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. നിങ്ങൾക്ക് ആമുഖം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിലൊരു ഡേറ്റ് പറയുന്നുണ്ട് അല്ലെ? ആ ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഓർത്തു വെച്ചേക്കാം. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഡേറ്റ് ആണ്. 1949 നവംബർ 26. ആ ഒരു ഡേറ്റ് ആണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ആമുഖവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 1-2 കേസുകളുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മുടെ ബെറുബറി കേസും അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസും. അപ്പൊ ബെറുബറി കേസിലാണ് എന്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന സുപ്രധാന വിധി പ്രഖ്യാപിച്ചത് ഏത് കേസിലായിരുന്നു? ബെറുബറി കേസിലാണ്. അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസിൽ എന്താ പറയുന്നത്? അടിസ്ഥാന സവിശേഷതകൾ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായും കൊണ്ട് ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്ന സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. അതായത് ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ച ഒരു വിധി കൂടിയായിരുന്നു ഏത്? കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ, അപ്പൊ 2 കേസുകൾ ഓർത്തു വെച്ചേക്കണം. ബെറുബറി കേസും കേശവാനന്ദ ഭാരതി കേസും ഒക്കെ ആമുഖവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത് ഏതാണ്? അത് ബെറുബറി കേസാണ്. എന്നാൽ ഭാഗമാണ് എന്ന് പറഞ്ഞത് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആമുഖവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാട്ടോ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഭാഗം അല്ലെ? നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 2ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. അതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുന്നത് ഇതാണ്, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഭാഗം? ഭാഗം 2 ആണ് അല്ലെ? ഭാഗം 2ലാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ 5 മുതൽ 11 വരെ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഭാഗം പറയുകയാണെങ്കിൽ ഭാഗം 2, അതുപോലെ ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇനി നമ്മുടെ ഭരണഘടന എന്ത് തരം പൗരത്വമാണ് വിഭാവനം ചെയ്യുന്നത്? ഇരട്ട പൗരത്വമാണോ? അല്ലല്ലേ, ഒറ്റ പൗരത്വം അല്ലെങ്കിൽ ഏക പൗരത്വമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. എന്താണ്? അപ്പൊ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം എന്ന് ചോദിച്ചാൽ അത് എന്താണ്? ഒറ്റ പൗരത്വം അല്ലെങ്കിൽ ഏക പൗരത്വം മാത്രമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാനും നിയമങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഉള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അപ്പം ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യവസ്ഥ ചെയ്യാനുള്ള അധികാരം എന്നും കൂടി എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ പൗരത്വ നിയമം. ഇന്ത്യൻ പൗരത്വ നിയമം ഏത് വർഷമാണ്?
1955. 1955 ഇന്ത്യൻ പൗരത്വ നിയമം എന്ന് പറയുന്നത്. ഏതാണ് വർഷം? 1955. ഇനി ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ പൗരത്വം ലഭിക്കും? എത്ര രീതിയിലാണ്? 5 രീതിയിൽ. പഠിക്കണേ, ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. എന്നാൽ 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പൗരത്വം നഷ്ടപ്പെടുത്താനും പറ്റും. ഓക്കെ, അപ്പൊ ലഭിക്കുന്നത് 5 രീതിയിലാണ്, നഷ്ടപ്പെടുന്നതോ 3 രീതിയിലാണ്. മാറിപ്പോകരുത്. 5 രീതിയിൽ നമുക്ക് കിട്ടുന്നു, 3 രീതിയിൽ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് 5 രീതി എന്ന് നോക്കാം. അതായത് എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ആ ഒരു പൗരത്വം ലഭിക്കുന്നത് എന്ന് നോക്കാം. അതിലെ ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായ പൗരത്വമാണ്, അല്ലെ? ബൈ ബർത്ത് ആണ്. നമ്മുടെ ജനനം മൂലം കിട്ടുന്ന ആ ഒരു പൗരത്വമാണ് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എങ്ങനെയാണ്? പിന്തുടർച്ച വഴിയുള്ള പൗരത്വമാണ്, അല്ലെ? നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഏതിലാ വരുന്നത്? അപ്പൊ ആ ഒരു രീതിയിലോട്ടേക്ക് നമുക്ക് അങ്ങനെ ഒരു പൗരത്വം കിട്ടുന്നു. അപ്പൊ അതാണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് എങ്ങനെയാണ്? രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അല്ലെ? കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട്. അപ്പൊ അത് അനുസരിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ വഴി നമുക്ക് എന്ത് കിട്ടും? ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചിരകാലവാസ മുഖേന, അല്ലെ? ഒരുപാട് കാലങ്ങൾ നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഏത്? പ്രാദേശിക സംയോജനം മൂലം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും പ്രദേശങ്ങൾ നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതിലൂടെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ 5 രീതിയിലാണ് പൗരത്വം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന പൗരത്വം. രണ്ടാമത്തേത് എന്തായിരുന്നു? പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. മൂന്നാമത്തേത് രജിസ്ട്രേഷൻ മുഖാന്തരം കിട്ടുന്ന പൗരത്വം. നാലാമത്തേത് എന്താണ്? ചിരകാലവാസ മുഖേന കിട്ടുന്ന പൗരത്വം. ദെൻ ലാസ്റ്റ് വൺ പ്രാദേശിക സംയോജനം മൂലം കിട്ടുന്ന പൗരത്വം. ഇനി നഷ്ടപ്പെടുന്ന കേസ് നമ്മൾ പറഞ്ഞു, അല്ലെ? ഒരു ഇന്ത്യൻ പൗരന് 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പൗരത്വം നഷ്ടപ്പെടാനായിട്ട് പറ്റും, അല്ലെ? ഏതൊക്കെയാണത്? ഒന്നാമത്തേത് പരിത്യാഗമാണ്, രണ്ടാമത്തേത് നിർത്തലാക്കലാണ്, മൂന്നാമത്തേത് പൗരത്വ അപഹരണമാണ്. അപ്പൊ പരിത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, അല്ലെ? നമുക്ക് സ്വമേധയാ നമ്മുടെ ഈ ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതെന്ത് ചെയ്യാൻ പറ്റും? ത്യജിക്കാൻ പറ്റും, അല്ലെ? അതിനെയാണ് പരിത്യാഗം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും. അപ്പം 3 രീതിയിൽ നമ്മൾ പറഞ്ഞു പൗരത്വം നമുക്ക് നഷ്ടപ്പെടാം. അതിലെ ഒന്നാമത്തേത് ഏതാണ്? പരിത്യാഗമാണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തലാക്കലാണ്. നമ്മൾ ഓൾറെഡി വേറെ ഏതെങ്കിലും പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട്, അല്ലെ? നമ്മുടെ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി പോകും? റദ്ദായി പോകും. അപ്പൊ ഈ രീതിയിൽ നിർത്തലാക്കലിലൂടെ പൗരത്വം നഷ്ടപ്പെടാം. ഇനി മൂന്നാമത്തെ കേസ് പറയുന്നത് പൗരത്വ അപഹരണമാണ്, അല്ലെ? നമ്മൾ വ്യാജമായിട്ടാണ് ഈ ഒരു പൗരത്വം നേടിയിട്ടുള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും പൗരത്വം അപഹരിക്കപ്പെടും. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് എന്ത് കിട്ടുന്നത്? എന്ത് നഷ്ടപ്പെടുന്നത്? പൗരത്വം നഷ്ടപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തേത് പരിത്യാഗം, രണ്ടാമത്തേത് എന്താണ്? നിർത്തലാക്കല്, മൂന്നാമത്തേത് പൗരത്വ അപഹരണം. അപ്പൊ ഏതൊക്കെയാണ് 3 5 രീതിയിൽ നേടുന്നു, 3 രീതിയിൽ നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? പരിത്യാഗം, നിർത്തലാക്കല്, പൗരത്വ അപഹരണം. ഓക്കെ അല്ലേ? അപ്പൊ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാട്ടോ. ഈ പൗരത്വ ഭേദഗതി ബില്ല് ഉണ്ട്, അല്ലെ? ഏതാ വർഷം? 2019. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. നമ്മുടെ ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ഒരു പൗരന് അടിസ്ഥാനപരമായി കിട്ടേണ്ട അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്, അല്ലെ? നമ്മൾ പറഞ്ഞു പൗരത്വമാണെങ്കിൽ 5 to 12, അത് കഴിഞ്ഞ് 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. പൗരത്വം 5 മുതൽ 12, 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. പൗരത്വം ഭാഗം 2-ലാണെങ്കിൽ മൗലിക അവകാശം ഏതാണ് ഭാഗം? ഭാഗം 3 ആണ്. ഓക്കെ, ഇനി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനയുടെ ആണിക്കല്ല്, അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് എന്ന് ചോദിക്കും. ഏതാണത്? വേറെ ഏതൊന്നുമില്ല, മൗലിക അവകാശം തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഭരണഘടനയുടെ ആണിക്കല്ല്, അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ഭാഗത്തെയാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മൗലിക അവകാശങ്ങളാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അതായത് ഏതൊരു പൗരനും മൗലിക അവകാശം ഏതെങ്കിലും തരത്തിൽ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആരെ സമീപിക്കാൻ പറ്റും? സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനായിട്ട് ആരെ പറയുന്നത്? സുപ്രീം കോടതിയെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കും.
തീർച്ചയായിട്ടും നമുക്ക് മൗലിക അവകാശങ്ങളെ ന്യായീകരിക്കാനായിട്ട് പറ്റും അല്ലെ. അതായത് മൗലിക അവകാശ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കോടതിയെ സമീപിക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു മൗലിക അവകാശം നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നേടിയെടുക്കാനായിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ദേശീയ അടിയന്തരാവസ്ഥയുള്ള സാഹചര്യത്തില് ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. അതായത് ഇപ്പൊ സാഹചര്യം മാറി, ഇപ്പൊ ദേശീയ അടിയന്തരാവസ്ഥയാണ് ഇവിടെ പ്രഖ്യാപിച്ചത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 20, 21 അതൊഴികെയുള്ള ബാക്കിയുള്ള ആർട്ടിക്കിളിലൊക്കെ, അതായത് ബാക്കിയുള്ള മൗലിക അവകാശങ്ങളിലൊക്കെ ആർക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും, കോടതിക്ക് കൊണ്ടുവരാൻ പറ്റും. ആ സമയത്ത് ഈ ഒരു മൗലിക അവകാശം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താ, ഇത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയമാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 20ഉം 21ലും സംരക്ഷണം കിട്ടും, ബാക്കിയുള്ള ഒന്നിലും എന്ത് കിട്ടില്ല, സംരക്ഷണം കിട്ടില്ല, അല്ലെങ്കിൽ അതിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥയുള്ള സാഹചര്യത്തിലാണ് ഏതിനൊക്കെയാണ് മാറ്റം വരാത്തത്, ആർട്ടിക്കിൾ 20നും 21നും. അതൊക്കെ എന്താണെന്ന് നമ്മൾ വഴിയെ പറയൂട്ടോ. ഇനി നമുക്ക് നോക്കേണ്ടത് എത്ര മൗലിക അവകാശങ്ങളാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം എത്രയാണ് 6 എണ്ണാണുള്ളത് കേട്ടോ. അതായത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു, 7 എണ്ണായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പൊ എത്രയുള്ളൂ, 6 എണ്ണേ ഉള്ളൂ അല്ലെ. അതായത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളായിരുന്നു, നിലവിൽ എത്രണ്ണേ ഉള്ളൂ, 6 എണ്ണേ ഉള്ളൂ. അപ്പൊ ഒന്ന് എവിടെ പോയി, ആ സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ നിലവിൽ ചോദിക്കുകയാണെങ്കിൽ 6 മൗലിക അവകാശങ്ങളുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ എത്ര മൗലിക അവകാശങ്ങളേ ഉള്ളൂ, 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് സ്പീഡിൽ നോക്കാം. ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നതാണ് സമത്വത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പറയുന്നത് എന്താണ്, സമത്വം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. അപ്പൊ സമത്വം, അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം. അപ്പൊ സമത്വത്തിനുള്ള അവകാശം, രണ്ടാമത്തേത് എന്താണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൂന്നാമത്തെ പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങള്, ബാലവേല, അടിമത്തം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നത് മറ്റു മൂന്നാമത്തെ ഒരു മൗലിക അവകാശമാണ്. ഇനി നാലാമത്തതായിട്ട് പറയുന്നത് ഏതാണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എപ്പോഴും കൂടുതലായിട്ട് ചോദ്യങ്ങൾ കാണാറുള്ളത് ഈ 25 മുതൽ 28 വരെയാണ്. അപ്പൊ 25 മുതൽ 28 വരെയുള്ള ആ ഒരു മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് നമ്മുടെ നാലാമത്തെ മൗലിക അവകാശം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, അടുത്തത് ഏതാണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. നമ്മുടെ ആർട്ടിക്കിൾ 29ലും 30ലുമാണ് ഈ പറഞ്ഞ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ പറ്റി പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ്, അഥവാ റിട്ടുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. അതാണ് നമ്മുടെ 6ാമത്തെ മൗലിക അവകാശം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പൊ മൗലിക അവകാശങ്ങൾ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു സമത്വത്തിനുള്ള അവകാശം, രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൂന്നാമത്തേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ദെൻ 6ാമത്തേത് ഭരണഘടന വിധിക്കുള്ള അല്ലെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളാണ്. ഓക്കെ അല്ലേ, നമുക്ക് അതൊന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ സമത്വത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതിൽ പറയുന്ന, നമ്മൾ പറഞ്ഞില്ലേ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഈ പറഞ്ഞ സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 14 എന്തിനെ പറ്റിയാണ് പറയുന്നത്, ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ സമത്വമാണ് അല്ലെ, നിയമത്തിന് മുന്നിലെ സമത്വമാണ്. അപ്പൊ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് അല്ലെ. അപ്പൊ നിയമത്തിന് മുന്നിലെ സമത്വമാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 15 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തില് യാതൊരാളോടും ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണേത്, ആർട്ടിക്കിൾ 15. ഇമ്പോർട്ടന്റ് ആണ്, ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം, അതിന്റെ അടിസ്ഥാനത്തിൽ ആരെയോടും എന്ത് പാടില്ല, വിവേചനം പാടില്ല. ജാതിയുടെ അടിസ്ഥാനത്തിലായാലും വേണ്ടില്ല, മതത്തിന്റെ അടിസ്ഥാനത്തിലായാലും വേണ്ടില്ല, ഇനി അയാളുടെ ഏതെങ്കിലും ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലായാലും വേണ്ടില്ല, ഇനി അയാളുടെ ജന്മസ്ഥലം അതിന്റെ അടിസ്ഥാനത്തിലായാലും വേണ്ടില്ല, അങ്ങനെ ഒരു വിവേചനം പാടില്ല എന്നതാണ് ഏതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 15 പറയുന്നത്. 14 എന്താ പറയുന്നത്, നിയമത്തിന് മുന്നിൽ
മുന്നിലെ സമത്വമാണ് അല്ലെ. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. 15 പറയുന്നത് ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം ഇതിന്റെ അടിസ്ഥാനത്തിലൊന്നും ആരോടുമായിട്ട് ഒരു വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 ആണ്. ഇനി 16 പറയുന്നത് എന്താണ്? പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16. ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 16ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെ പറ്റി പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 17 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ആണേത്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ഓക്കെ, അതായത് നമ്മുടെ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ഏത്? ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിർമാർജനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. തൊട്ടുകൂടായ്മ നിരോധന നിയമം ഏതാണ് വർഷം? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 ഓക്കെ, 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെ പറ്റി പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 17 എന്താ പറയുന്നത്? അയിത്ത നിർമാർജനം. 14 എന്തായിരുന്നു? നിയമത്തിന് മുന്നിലെ അവസര സമത്വം. 15 ആണെങ്കിൽ ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം ഇവയുടെ അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല എന്ന് പറയുന്നു. 16 ആണെങ്കിൽ പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെ പറ്റി പറയുന്നു. 17 അയിത്ത നിർമാർജനത്തെ പറ്റി പറയുന്നത്. ഇനി അടുത്തത് 18 18 എന്താ പറയുന്നത്? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലാണ് അല്ലെ. അതായത് പേരിന്റെ കൂടെ സ്ഥാനപ്പേരുകളൊന്നും വെക്കാൻ പാടില്ല. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ കണ്ടീഷൻ പറയുന്നുണ്ട്. സൈനികപരമായിട്ട് നമുക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി കിട്ടുന്നത് അല്ലെ, ഡോക്ടർ, അഡ്വക്കേറ്റ് അങ്ങനെയൊക്കെ കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ പേരിനോട് കൂടിയിട്ട് ചേർക്കാം. അല്ലാതെ കിട്ടുന്ന എന്തെങ്കിലും സ്ഥാനപ്പേരുകൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ പേരിന്റെ കൂടെ ചേർക്കാൻ പാടില്ല. അതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 18. ഓക്കെ, അപ്പൊ സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് പറയുന്ന 14 മുതൽ 18 വരെ വരുന്ന ആർട്ടിക്കിൾസ് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കട്ടോ. ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഭാഗമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ തന്നെ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ ഏതിലാണ്? ആർട്ടിക്കിൾ 19 എന്ത് പറയുന്നത്? മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്തേത് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത്തേത് സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. മൂന്നാമത്തേത് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നു. 4 എന്താണ്? ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ 5 പറയുന്നു ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായിട്ട് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ദെൻ ലാസ്റ്റ് 1 നമുക്ക് ഇഷ്ടമുള്ള തൊഴില്, വ്യവസായം, കച്ചവടം ഇവയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതായത് ആർട്ടിക്കിൾ 19 ഈ പറഞ്ഞ 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് സ്വാതന്ത്ര്യങ്ങൾ എന്ന് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? നമുക്ക് എന്ത് അഭിപ്രായം പറയാനും ആശയ പ്രകടനം നടത്താനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് ആശയവും അല്ലെങ്കിൽ എന്ത് അഭിപ്രായ പ്രകടനമൊക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുപോലെ അത് മാത്രമല്ലല്ലേ, നമുക്ക് എന്തും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് ആയുധപരമല്ലാത്ത രീതിയിലുള്ള സമാധാനപരമായിട്ടുള്ള സമ്മേളനങ്ങളിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സമാധാനപരമായിട്ടുള്ള സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയും നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇനി സഞ്ചരിച്ചാൽ മാത്രം പോരാ അല്ലെ, അവിടെ സ്ഥിരതാമസാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് സ്ഥിര താമസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? ഇഷ്ടമുള്ള ജോലി, ഇഷ്ടമുള്ള എന്താ പറയാ തൊഴില്, വ്യവസായം, കച്ചവടം ഇതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 19 പറയുന്ന ഈ സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ആർട്ടിക്കിൾ 20 അപ്പൊ നമ്മൾ 20, 21 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദ് ചെയ്യാത്ത 2 ആർട്ടിക്കിളാണ് ഏതൊക്കെ? ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 20 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 20 എന്തിനെ പറ്റിയിട്ടാണ്? കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിളാണ് 20 എന്ന് പറയുന്നത്. അതായത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം, അതായത് കുറ്റവാളികൾക്ക് കുറച്ച് സംരക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തേത് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത്. ഒരു കുറ്റകൃത്യം ചെയ്തു, ആ കുറ്റവാളിയുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ശിക്ഷ കൊടുക്കുന്ന സമയത്ത് മുൻകാലത്തിലുള്ള ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാവരുത്. നിലവിലുള്ള നിയമം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കണം അയാളെ ശിക്ഷിക്കേണ്ടത്. അപ്പൊ അതാണ് പറയുന്നത്, നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്
ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഒരാള് ഏത് കുറ്റകൃത്യമാണ് ചെയ്തത്, അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ വേണ്ടിയിട്ട് അയാളെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ പറഞ്ഞ 3 സംരക്ഷണങ്ങളിൽ പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 20 എന്തിനെ പറ്റി പറയുന്നത്, ഈ ഒരു കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന കുറച്ച് സംരക്ഷണങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്തിനെ പറ്റിയാ പറയുന്നത്? ആർട്ടിക്കിൾ 21 നമ്മുടെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്, ആർട്ടിക്കിൾ 21 അല്ലെ? ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാത്ത ഒരു ആർട്ടിക്കിൾ ആണ് ഏത്, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്. അപ്പൊ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ആർട്ടിക്കിൾ 21 ഓക്കെ അല്ലേ? അപ്പൊ 20, 21 കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇനി അടുത്തത് ആർട്ടിക്കിൾ 21A ആണ്. ഇതും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A എന്തുമായി ബന്ധപ്പെട്ടതാണ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മുടെ 2002 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21 പ്രകാരം എന്ത് ചെയ്തത്, വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏത് ആർട്ടിക്കിൾ ആണ്, 21A. ആർട്ടിക്കിൾ 21 പ്രകാരം 21A പ്രകാരം എന്താണ്, വിദ്യാഭ്യാസം എന്താക്കി, മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, ആർട്ടിക്കിൾ 21A. ഏതാണ് വർഷം, 2002. അതുപോലെ 86 ഭേദഗതി 2002 21A. കണക്ട് ചെയ്ത് പഠിക്കാം. 86 ഭേദഗതി 2002 21A. അപ്പൊ ആർട്ടിക്കിൾ ഏതാണ് ചോദിച്ചാൽ 21A ആണ്. ഓക്കെ, ഇനി ഇതിൻ പ്രകാരം എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് എന്നാണ്, 2009 ആണ് കേട്ടോ. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. ഇതിന്റെ കൂടെ അതും കൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഭേദഗതി ഏതായിരുന്നു, 86 ഭേദഗതി 2002. ആർട്ടിക്കിൾ ഏതായിരുന്നു, 21A. അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് എന്നാണ്, 2009. നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 ഓക്കെ അല്ലേ? ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 22 ആർട്ടിക്കിൾ 22 എന്തിനെ കുറിച്ചാ പറയുന്നത്, അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരെയുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 എന്തിനെ കുറിച്ചാ പറയുന്നത്, അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെതിരെയുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 22. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അതില് 23 എന്താണ്, അടിമത്ത നിരോധനവും 24 ബാലവേലയും പറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 23, 24 ഒക്കെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 23 അടിമത്തം കഴിഞ്ഞിട്ടാണ് ബാലവേല, മാറിപ്പോകരുതേ. അടിമത്ത നിരോധനം 23ഉം ബാലവേല ഏത് വർഷമാണ്, വർഷമല്ല, ഏത് ആർട്ടിക്കിൾ ആണ്, 24 അപ്പൊ 23, 24 ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത് 25 മുതൽ 28 വരെ പറയുന്നത് എന്താണ്, മതസ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്, 25 മുതൽ 28 വരെ. അതിലെ 25 എന്തിനെ കുറിച്ചാ പറയുന്നത്, സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് 25. മനസ്സിലാക്കുക, 25 ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലെ 25ാമത്തെ ആർട്ടിക്കിൾ ആണ് എന്തിനെ പറ്റി പറയുന്നത്, നമുക്ക് ഏത് മതം സ്വീകരിക്കാനും അല്ലെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനുമുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. 26 എന്തിനെ കുറിച്ചാ പറയുന്നത്, മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, അത് ആർട്ടിക്കിൾ 26 ആണ്.
ഓക്കെ അല്ലേ? ആദ്യത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനോ അത് ആചരിക്കാനുള്ള അവകാശമാണ്. 26 പറയുന്നത് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി 27 പറയുന്നത് എന്താണ്? മതപരമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയും നികുതി അടയ്ക്കേണ്ടതില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 27. അപ്പൊ മതപരമായിട്ട് ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകം നികുതികളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 27. ഇനി 28 പറയുന്നത് എന്താണ്? ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താൻ പാടില്ല. ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 28. ആർട്ടിക്കിൾ 28ലാണ് ഇതിനെ പറ്റി പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ ഉടമസ്ഥയിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഏത് മതത്തിന്റെയോ ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആചാരങ്ങളൊന്നും നടത്താനായിട്ട് പാടില്ല. എന്നാൽ മതപരമായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അത് അവിടെ പറ്റും. പക്ഷെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ വിധത്തിലുള്ള മറ്റുള്ള മത ആചാരങ്ങളൊന്നും നടത്താനായിട്ട് പാടില്ല. അതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. മനസ്സിലാക്കുക, 25 മുതൽ 28 വരെ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ഓരോന്നും കൃത്യമായിട്ട് പഠിക്കാം. ഇനി നമ്മൾ അടുത്ത പഠിച്ചത് എന്താണ്? ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. 29ഉം 30ഉം നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതില് ആർട്ടിക്കിൾ 29ലാണ് എന്തിനെ പറ്റി പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവകാശത്തെ പറ്റി പറയുന്നത്. അപ്പൊ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 29ആണ്. 30 എന്താ പറയുന്നത്? ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെ പറ്റിയാ പറയുന്നത്. അപ്പൊ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടിട്ട് 29ഉം 30ഉം ആണെന്ന് ഓർത്തു വെച്ചേക്കാം. 29 പറയുന്നത് ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 30 ആണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഭാഗങ്ങളൊക്കെ സ്ഥിരം ചോദ്യങ്ങളായിട്ട് വരാറുള്ള ഭാഗമാണ്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത് നമ്മുടെ ആർട്ടിക്കിൾ 32 നമ്മുടെ റിട്ടുകളുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. അതായത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ആർട്ടിക്കിൾ 32. അതുപോലെ തന്നെ റിട്ടുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 32. അവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏത് ആർട്ടിക്കിളിനെയാണെന്ന് ചോദിക്കും. ഏതാണത്? ആർട്ടിക്കിൾ 32നാണ്. ആർട്ടിക്കിൾ 32നെയാണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 5 റിട്ടുകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പൊ നമുക്ക് ആ 5 റിട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഒന്നാമത്തതും ഏറ്റവും കൂടുതൽ ചോദിച്ചതുമായിട്ടുള്ള ഒരു റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏത് എന്ന് ചോദിക്കും. ഏതാണത്? ഹേബിയസ് കോർപ്പസ് ആണ് അല്ലെ. അന്യായമായിട്ട് ആരെങ്കിലും തടങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ശരീരം ഹാജരാക്കുക, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുക എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന ഒരു റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 1215 മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ടേം കൊണ്ടുവരുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ആ ഒരു ടേം ആദ്യമായിട്ട് പരാമർശിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 1215 മാഗ്ന കാർട്ടയിലാണ്. ഓർത്തു വെച്ചേക്കണേ. അപ്പം ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ്. ശരീരം ഹാജരാക്കുക, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുക എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന ഒരു റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അന്യായമായി തടങ്കിൽ വെച്ച ഒരാളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു റിട്ടാണ് ഏതെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത റിട്ട് നോക്കാം. അടുത്ത റിട്ടാണ് മാൻഡമസ് എന്ന് പറയും. എന്താണ് മാൻഡമസ് എന്ന് പറഞ്ഞാല്? അതിന്റെ അർത്ഥം തന്നെ എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ്. ഓക്കെ, മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു. അതായത് ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു റിട്ടാണ് ഏത്? മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ആർക്കെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ? ഒരു പൊതുസ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാരിനെതിരെയുമായിട്ടാണ് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആള് അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി അയാൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അയാൾ ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ഞാൻ കൽപ്പിക്കുന്നു എന്ന രീതിയിലോട്ട് അർത്ഥമാക്കുന്ന ഏത് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും? മാൻഡമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. ഈ ഒരു റിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു സ്വകാര്യ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന വ്യക്തിക്കോ എതിരായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റില്ല.
ഓക്കെ, അതായത് ഒരു പൊതുസ്ഥാപനം അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെയായിട്ടോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയായിട്ടോ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്, ഈ ഒരു റിട്ട് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ ഒരു സ്ഥാനത്ത് ഉള്ള ഡ്യൂട്ടി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെയായിട്ട് പുറപ്പെടുവിക്കാവുന്ന റിട്ടാണ് ഇത് മാൻഡമസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം എന്തായിട്ട് പറയുന്നത്? നാം കൽപ്പിക്കുന്നു എന്നായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത റിട്ടിലോട്ടേക്ക് പോകാം. അടുത്ത റിട്ട് പ്രൊഹിബിഷൻ ആണ്. എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാല്? അതിന്റെ ഒരു അർത്ഥം എന്താണ്? തടയുക എന്നതാണ് കേട്ടോ. പ്രൊഹിബിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ? തടയലാണ് അല്ലെ? അതായത് മേൽക്കോടതി കീഴ്ക്കോടതിക്കെതിരെ പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് ഇത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഹിബിഷൻ അതായത് കീഴ്ക്കോടതി അവരുടെ അധികാര പരിധി വിട്ടു കഴിഞ്ഞാൽ അവിടെ മേൽക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീഴ്ക്കോടതിക്കെതിരെയായിട്ട് ഒരു റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. അതിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അല്ലെ? അവരുടെ ആ ഒരു ഇതിനെ തടഞ്ഞു നിർത്തുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാരാണ് പുറപ്പെടുവിക്കുന്നത്? മേൽക്കോടതി കീഴ്ക്കോടതിക്കെതിരെയായിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? തടയുക. ഓക്കെ, ഇനി അടുത്തൊരു റിട്ട് നോക്കാം. സെർഷ്യോററി. സെർഷ്യോററി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് കേട്ടോ. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന ഒരു റിട്ടാണ് ഏത്? സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, സാക്ഷ്യപ്പെടുത്തുക എന്നൊരർത്ഥത്തിൽ വരുന്ന ഒരു റിട്ടാണ് സെർഷ്യോററി. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞൂല്ലേ, സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്ന ഒരു റിട്ടാണ് ഏത്? സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ലാസ്റ്റ് വൺ നോക്കാം. കോവാറന്റോ. കോവാറന്റോ എന്ന് പറഞ്ഞ റിട്ടിന്റെ അർത്ഥം എന്താ? എന്ത് അധികാരം എന്നതാണ് കേട്ടോ. മാറിപ്പോകാതെ പഠിക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞാല് ഞാൻ കൽപ്പിക്കുന്നു എന്നർത്ഥം. എന്നാൽ കോവാറന്റോ എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് അധികാരം എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു റിട്ടാണ് ഏത്? കോവാറന്റോ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? കോവാറന്റോ എന്ന് പറയുന്നത്. ഈ റിട്ട് എങ്ങനെയാണ്? പൊതുസ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മന്ത്രിതല ഓഫീസിനെതിരെയോ ഒരു സ്വകാര്യ ഓഫീസിനെതിരെയോ ഈ റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റുന്നതല്ല. മനസ്സിലാക്കി വെക്കുക. ഔദ്യോഗിക സ്ഥാനത്തിരിക്കേണ്ട ഒരാള് അവിടെ ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോവാറന്റോ എന്ന് പറയുന്നത്. ഈ ഒരു റിട്ട് ആർക്കെതിരെ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ? പൊതുസ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരു മന്ത്രിതല ഓഫീസിനെതിരെയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റില്ല. ആ കാര്യം കൂടി അവിടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ റിട്ടുകളെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ? ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ? നല്ല രീതിയിൽ ഒന്ന് റിവിഷൻ നടത്തുക. അല്ലെങ്കിൽ ഒന്നുകൂടി സ്പീഡിലിട്ടിട്ട് ഒക്കെ ഒന്നും കൂടി പഠിച്ചെന്ന് ഉറപ്പ് വരുത്തി പോവുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഭരണഘടനയുടെ അടുത്തൊരു ഭാഗമായിട്ടുള്ള ഭാഗം 4. ഭാഗം 4 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഭാഗം ചോദിച്ചാല് ഭാഗം 4. ഭാഗം 4ലാണ് എന്തിനെ പറ്റി പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, ലോകത്ത് ആദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ് ആ രാജ്യം? സ്പെയിൻ ആണ് കേട്ടോ. സ്പെയിൻ ആണ് ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് ഏതിൽ പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. ഭാഗം 4 ഭരണഘടനയുടെ ഭാഗം 4ലാണ് എന്തിനെ പറ്റി പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ 36 മുതൽ 51 വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാം. എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇനി ഈ പറഞ്ഞ മാർഗനിർദ്ദേശക തത്വങ്ങള് ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. ഏതാണ് ആ കമ്മിറ്റി? ഏതായിരുന്നു ആ കമ്മിറ്റി? തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ് കേട്ടോ. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങള് ഈ പറഞ്ഞ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഏത്? തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. നമ്മൾ മുന്നേ പറഞ്ഞു മൗലികാവകാശം ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും അല്ലെ? അത് നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ എന്താ, അതൊരു രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല. അത് നേടിയെടുക്കാനായിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്തു വെച്ചേക്ക്. അതുകൊണ്ടാണ് ഇത് നോൺ ജസ്റ്റിസബിൾ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ഒരു ചെക്ക് എന്ന് മാർഗനിർദ്ദേശ തത്വങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. ആരായിരുന്നു അത്? KT ഷായ് ആണ് കേട്ടോ. KT ഷായ് ആണ് ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനാകുന്ന ഒരു ചെക്ക് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ എന്ത് ചെയ്തിട്ടുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതും കൂടി അവിടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത്. നമുക്ക് അവിടെ നിന്ന് പഠിച്ചെടുക്കാം. അതിലെ ആർട്ടിക്കിൾ 39A ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 39A എന്തിനെ പറ്റി പറയുന്നത്? തുല്യനീതി സൗജന്യ നിയമസഹായം. എല്ലാവർക്കും തുല്യനീതി, അതുപോലെ തന്നെ സൗജന്യം, അല്ലെ, സൗജന്യമായിട്ടുള്ള നിയമസഹായം. അതായത് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം തേടാനും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് നിയമസഹായം കൊടുക്കുക. അപ്പൊ അതൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 39A ആണ്. ആർട്ടിക്കിൾ 39A തുല്യനീതി സൗജന്യ നിയമസഹായം എന്നിവയെ പറ്റി പറയുന്നത്. ഇനി 39D അവിടെയാണ് തുല്യ ജോലിക്ക് തുല്യ വേതനത്തെ പറ്റി പറയുന്നത്. ഓക്കെ, തുല്യ ജോലിക്ക് തുല്യ വേതനം, അല്ലെ, സ്ത്രീ ആണെങ്കിലും പുരുഷനായാലും അവിടെ അവർ തുല്യ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് തുല്യമായിട്ടുള്ള വേതനം കൊടുക്കണം. അപ്പൊ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആർട്ടിക്കിൾ 39D ആണ്. ഓക്കെ, 39A എന്തിനെ പറ്റി പറയുന്നത്? തുല്യ ജോലി നിയമ സൗജന്യ നിയമസഹായം. എന്നാൽ തുല്യ ജോലിക്ക് തുല്യ വേതനത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 39D കൂടി ഓർത്തു വെക്കുക. ഇനി പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 40 ആണ്. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40. ഇനി 44 ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പറയുന്നത്. ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏകീകൃത സിവിൽ നിയമം ഏതാണ്? ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 45. എന്താണ് ആർട്ടിക്കിൾ 45 പറയുന്നത്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 എന്തിനെ പറ്റി പറയുന്നത്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 47 മദ്യ നിരോധനത്തെ പറ്റിയും ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ 47 എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് മദ്യ നിരോധനം എന്ന് പറയുന്നില്ല. അവിടെ എന്താ പറയുന്നത്? പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഒരു കണ്ടന്റ് ആണ് ഏതാ? മദ്യ നിരോധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 47 ഈ മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 48 എന്തിനെ പറ്റിയാ പറയുന്നത്? ഗോവധം. ഓക്കെ, അപ്പൊ 47 48 ഒക്കെ എന്ത് ചെയ്യാ? കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അപ്പൊ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തുതരാം. ആർട്ടിക്കിൾ 39A എന്താ പറയുന്നത്? തുല്യനീതി സൗജന്യ നിയമസഹായം. 39D തുല്യ ജോലിക്ക് തുല്യ വേതനത്തെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. 44 എന്തിനെ പറ്റി പറയുന്നത്? ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പറയുന്നത്. 45 എന്താ പറയുന്നത്? 6 വയസ്സ്, ശ്രദ്ധിക്കണേ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 45. 47 48 നോക്കിക്കഴിഞ്ഞാൽ 47 എന്താണ്? മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടും 48 ആണെങ്കിൽ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് അടുത്തൊരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള നമ്മുടെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അടുത്ത കാലത്തുള്ള പരീക്ഷകൾ അധികം വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, അല്ലെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കാം ആർട്ടിക്കിൾ 79 80 81. ഏതൊക്കെയാണ്? 79 80 81. 79 പാർലമെന്റിനെ പറ്റി പറയുന്നത്. 80 രാജ്യസഭയെ പറ്റി പറയുന്നത്. 81 ലോകസഭയെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, പരലോകം എന്ന് ഓർത്തു വെച്ചാൽ മതി കോഡിന് വേണ്ടിയിട്ട്. പരലോകം. പ എന്ന് പറയുമ്പോൾ പാർലമെന്റ്, രാ എന്ന് പറയുമ്പോൾ രാജ്യസഭ, ലോ എന്ന് പറയുമ്പോൾ ലോകസഭ. ഓക്കെ, പരലോകം. 79 80 81. 79 80 81. ഓക്കെ, പാർലമെന്റ്, രാജ്യസഭ, ലോകസഭ. ഇനി നമുക്ക് രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താ? പാർലമെന്റിന്റെ ഉപരിസഭയാണ്. എല്ലാവർക്കും അറിയാലോ. ഈ പറഞ്ഞ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? പാർലമെന്റിന്റെ ഉപരിസഭയാണ്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്?
സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാജ്യസഭാ അംഗങ്ങളെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി തെരഞ്ഞെടുത്ത സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ടല്ലോ, അതായത് MLA-മാര്, അവരാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്, രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇനി എത്ര വയസ്സാണ്, 30 വയസ്സ് ട്ടോ, ശ്രദ്ധിക്കണേ. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. അപ്പം രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ എത്ര വയസ്സാവണം, 30 വയസ്സാണ്. ഓർത്തു വെച്ചേക്കണേ, 30 വയസ്സാണ്. ഓക്കെ, അപ്പൊ 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. ഇനി എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രാജ്യസഭയുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, ഈ രാജ്യസഭയുടെ കാലാവധിയെ പറ്റി പറയുകയാണെങ്കിൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരം സഭയാണ്. അവിടെ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റിപ്പോകരുതേ. രാജ്യസഭയുടെ കാലാവധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അവിടെ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധിയാണ് എന്തെന്ന് പറയുന്നത്, 6 വർഷമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ എന്ത് ചെയ്യണം, ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതായത് ഓരോ 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യണം, 1/3, മൊത്തം എത്ര അംഗങ്ങളുണ്ടോ അതിലെ 1/3 അംഗങ്ങൾ എന്ത് ചെയ്യണം, വിരമിക്കുകയും ആ ഒരു ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നില്ല. രാജ്യസഭയ്ക്ക് അല്ലെങ്കിൽ രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിക്കും. ആരാണ്? ഉപരാഷ്ട്രപതിയാണ് ട്ടോ, ഓർത്തു വെക്കണേ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ലോകസഭയുടെ ആരായിരുന്നു? സ്പീക്കർ ആണ് അല്ലെ. എന്നാൽ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. തെറ്റരുത്, രാഷ്ട്രപതിയല്ല, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. അതുപോലെ തന്നെ എത്ര അംഗങ്ങളാണ്? പരമാവധി 250 പേരാണ് രാജ്യസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതിലെ 238 പേര് എന്ത് ചെയ്യുന്നുണ്ട്? തെരഞ്ഞെടുക്കുകയും ബാക്കി 12 പേര് എന്ത് ചെയ്യാറ്? രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, ബാക്കി 12 പേര്, 238 കഴിഞ്ഞ ബാക്കി 12 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിട്ട് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളായിട്ട്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അത് രാജസ്ഥാനാണ് ട്ടോ. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്തി രാജ് നിലവിൽ വന്നിട്ടുള്ള ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത്. സെക്കൻഡ് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി എന്നാണ് ഈ ഒരു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ 1959 ഒക്ടോബർ 2-നാണ് നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യയില് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് എന്നാണ്? 1959 ഒക്ടോബർ 2-നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതെന്നാണ്? 1993 ഏപ്രിൽ 24-നാണ്. 1993 ഏപ്രിൽ 24-നാണ് എന്ത് വന്നിട്ടുള്ളത്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമമാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏപ്രിൽ 24 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലാണെങ്കിൽ 94 ഏപ്രിൽ 23-നാണ്. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ 93 ഏപ്രിൽ 24-നാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഏപ്രിൽ 24 എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? ആ കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ഇനി ഈ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കമ്മിറ്റികൾ ഉണ്ട് അല്ലെ. നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. അതില് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഏതാണ് വർഷം? 1957-ലാണ്. അവരുടെ ശുപാർശ പ്രകാരം ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള കമ്മിറ്റി ഏത് എന്ന് ചോദിക്കും. അതേതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഈ ത്രിതല എന്ന് പറയുമ്പോൾ 3 തലത്തിൽ അല്ലെ, ഗ്രാമപഞ്ചായത്ത് വരുന്നുണ്ട്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ആര് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത് 1957-ലാണ്. അതുപോലെ അശോക് മേത്ത കമ്മിറ്റി നോക്കുകയാണെങ്കിൽ 1978-ലാണ്. 1978-ലാണ് അശോക് മേത്ത കമ്മിറ്റി അവരുടെ ശുപാർശ എന്ന് പറഞ്ഞാൽ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ്. അപ്പം ഈ പറഞ്ഞ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആണെങ്കിൽ ത്രിതലം,
ഈ പേര് നോക്ക്, ബൽവന്ത് റായി മേത്ത അല്ലെ, 3 പേരില്ലേ. അപ്പൊ ത്രിതല സമിതിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അശോക് മേത്ത 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ദ്വിതല, അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് ആര് ശുപാർശയിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കാം. അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച സബ് കമ്മിറ്റി ഏതെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഏതാണത്? അതാണ് PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച സബ് കമ്മിറ്റി, ഭരണഘടനാ സബ് കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അതേതാ? PK തുങ്കൻ കമ്മിറ്റി. ഇതാണ് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഏത് എന്ന് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതേതാ? LM സിംഗ്വി കമ്മിറ്റിയാണ്. സബ് കമ്മിറ്റി എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിലാണ് ഏത് വരുന്നത്? PK തുങ്കൻ കമ്മിറ്റി വരുന്നത്. അപ്പൊ പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ ഏതാ? LM സിംഗ്വി ആണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന സബ് കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാലാണ് PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളില് പഠനം നടത്താൻ നിർദ്ദേശിച്ച ഒരു കമ്മിറ്റി ഉണ്ട്. അതേതാണ്? അതാണ് സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളില് പഠനം നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ഒരു കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാ? ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യാ? ഒന്ന് റിവൈസ് ചെയ്ത് വരിക.